ഹരേ കൃഷ്ണ. വളരെ മഹത്വപൂർണമായ ഒരു വീഡിയോ ആണ് ഇത്. ചിങ്ങം രാശിക്കാർക്ക് 2025 മുതൽ 2030 വരെയുള്ള നിങ്ങളുടെ 5 വർഷത്തെ നവഗ്രഹങ്ങളുടെ ഗോചരങ്ങളും അവ തരുന്ന ഫലങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ചിങ്ങം രാശിയുടെ സ്വാമി സൂര്യൻ. രാശിചക്രത്തിലെ 5ാമത്തെ രാശിയാണ് ചിങ്ങരാശി. ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ പ്രവചനം. വളരെയേറെ റിസർച്ചിന് ശേഷം കൊണ്ടുവരുന്ന ഒരു വീഡിയോ ആണ് ഇത്. എല്ലാവരും നോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ബുക്കും പേനയും റെഡിയാക്കി വെക്കുക. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ ഉണ്ട്, ദയവായി കാണുക. അതുപോലെ തന്നെ വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങളും അതുപോലെ തന്നെ ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും. വ്യാഴത്തിൻ്റെ കാര്യം പറയാം. വ്യാഴം മെയ് 2025 മുതൽ മെയ് 2026 വരെ നിങ്ങളുടെ 11ാം ഹൗസിൽ ആയിരിക്കും. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 5, 7, 3 ഭാവങ്ങളിൽ ഉണ്ടായിരിക്കുന്നു. ഓരോ ഗ്രഹങ്ങൾക്കും വ്യത്യസ്തമായ രീതിയിലാണ് അവരുടെ ഗോചരം ചെയ്യുന്ന സമയം. ശനി 2.5 വർഷം കൊണ്ടും കേതു 1.5 വർഷം കൊണ്ടും, രാഹുവും കേതു 1.5 വർഷം, വ്യാഴം 1 വർഷം, ചന്ദ്രൻ 2.5 ദിവസം, സൂര്യൻ 22 മുതൽ 25 ദിവസം, ശുക്രനാകട്ടെ 23 മുതൽ 27 ദിവസം കൊണ്ടാണ് ഒരു ഹൗസ് കംപ്ലീറ്റ് ചെയ്യുക. വ്യാഴത്തിൻ്റെ 5ാം ഭാവത്തെ ദൃഷ്ടി. 5ാം ഭാവം എന്ന് പറയുന്നത് സന്താനത്തിൻ്റെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ വളരെ നല്ലതായ ഒരു സമയമാണ്. നിങ്ങളുടെ സന്താനങ്ങൾക്ക് നല്ല കാലം, അവർക്ക് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതിനുള്ള സമയമാണ്. അതുപോലെ തന്നെ കുട്ടികൾ ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് സന്താന സൗഭാഗ്യത്തിനും ഉള്ള കാലമായിരിക്കും ഈ സമയം. ഈ 1 വർഷം ചെറിയ ഉല്ലാസയാത്രകൾ ചെയ്യുന്നതിനുള്ള സൗഭാഗ്യവും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ 7ാമത്തെ ഹൗസിൽ ദാമ്പത്യ ജീവിതത്തിൽ കുറച്ചൊരു പരിവർത്തനം, എല്ലാത്തിനും പുതിയ ഒരു ഐഡിയാസൊക്കെ വന്ന് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഒന്നും കൂടെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു സമയം. മെയ് 2026 മുതൽ മെയ് 2027 വരെ വ്യാഴം 12ാം ഹൗസിൽ. 12ാം ഹൗസ് എന്ന് പറയുന്നത് വിദേശയാത്രയുടെ, മോക്ഷത്തിൻ്റെ, ചിലവുകളുടെ ഒക്കെയാണ് 12ാം ഹൗസ്. ഈ സമയം നിങ്ങൾക്ക് വിദേശ യാത്ര ചെയ്യുന്നതിനും അതുപോലെ തന്നെ തീർത്ഥാടന യാത്രയ്ക്കും ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും പൈസ ചെലവുകൾ